നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പട്ടയമേള ജൂലൈ 15-ന് കുന്നംകുളം ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിട്ടും തയ്യാറാകാതെ വീട്ടുടമ. ഏത് നിമിഷവും റോഡിലേക്ക് വീഴാവുന്ന കെട്ടിടമുള്ളത് നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന അക്കിക്കാവ് തിപ്പിലശ്ശേരി റോഡിൽ. ആൽത്തറയിൽ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ബൈക്ക് മെക്കാനിക്കിന്റെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ ബൈക്കിന്റെ എഞ്ചിൻ മോഷണം പോയതായി പരാതി. പെരുമ്പിലാവ് ഫാൽക്കൺ മാളിനു പുറകിൽ താമസിക്കുന്ന മുഹമ്മദ് നസീറിന്റെ വീട്ടിൽ നിന്നാണ് എഞ്ചിൻ മോഷ്ടിക്കപ്പെട്ടത്. ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകി. വാർത്തകൾ വിശദമായി. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പട്ടയമേള ജൂലൈ 15-ന് ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. അഗതിയൂർ 2, അഞ്ഞൂർ 1, എയ്യാൽ 8, കടങ്ങോട് 6, കടവല്ലൂർ 2, കരിക്കാട് 8, കരിയന്നൂർ 1, കാട്ടകമ്പാൽ 3, കാണിപ്പയൂർ 2, കിരാലൂർ 3, കുന്നംകുളം 4, ചിറമനേങ്ങാട് 23, ചെമ്മന്തിട്ട 2, ചൊവ്വന്നൂർ 5, തയ്യൂർ 1, നെല്ലുവായി 5, പഴഞ്ഞി 2, പെരുമ്പിലാവ് 3, വെള്ളാറ്റന്നൂർ 4, വെള്ളറക്കാട് 5, വേലൂർ 7, കോട്ടപ്പുറം 16, ചിറ്റണ്ട 7, കാഞ്ഞിരക്കോട് 5 തുടങ്ങി വില്ലേജ് തലത്തിൽ 125 പേർക്കും, വനഭൂമി 6, ദേവസ്വം ഭൂമി 76, മിച്ചഭൂമി 26 തുടങ്ങി മൊത്തം 249 പേർക്കാണ് പട്ടയം വിതരണം ചെയ്യുന്നത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ES, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, കുന്നംകുളം തഹസീൽദാർ ഹേമ OB തുടങ്ങിയവർ പങ്കെടുത്തു. ബൈക്ക് മെക്കാനിക്കിന്റെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ ബൈക്കിന്റെ എഞ്ചിൻ മോഷണം പോയതായി പരാതി. പെരുമ്പിലാവ് ഫാൽക്കൺ മാളിനു പുറകിൽ താമസിക്കുന്ന മുഹമ്മദ് നസീറിന്റെ വീട്ടിൽ നിന്നാണ് എഞ്ചിൻ മോഷ്ടിക്കപ്പെട്ടത്. ശനിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. നസീറിന്റെ കൂട്ടുകാരൻ ബൈക്കിന്റെ ടെസ്റ്റ് തീയതി അടുത്തതോടെ ബൈക്ക് റിപ്പയറിംഗിനും പെയിന്റിംഗിനുമായി നസീറിനെ ഏൽപ്പിച്ചതായിരുന്നു. മുറ്റത്ത് കാർഷെഡിൽ അഴിച്ചുവെച്ചിരുന്ന എഞ്ചിനാണ് ചുവപ്പു കാറിൽ വന്നവരെന്ന് കരുതുന്ന 2 സംഘം മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്ന് പരാതിയിൽ പറയുന്നു. ഈ സമയത്ത് നസീറിന്റെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. 10,000 രൂപയോളം വിലമതിക്കുന്ന ഹീറോ ഹോണ്ട ബൈക്കിന്റെ എഞ്ചിനാണ് മോഷ്ടിക്കപ്പെട്ടത്. വീട്ടുമുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന ആക്രി ഉൾപ്പെടെയുള്ള വേറെയും സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി കരുതുന്നു. സമീപത്തെ CCTVയിൽ നിന്നാണ് നസീർ മോഷണ വിവരം അറിയുന്നത്. കാറിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ CCTVയിൽ വ്യക്തമാകുന്നുണ്ട്. ദൃശ്യങ്ങൾ സഹിതം നസീർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. 5 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ പകൽ വീട് ഇതുവരെ തുറന്നുകൊടുത്തില്ല. 10 ലക്ഷം രൂപ ചെലവിട്ട് വട്ടമ്മാവ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപമാണ് കെട്ടിടം നിർമ്മിച്ചത്. കഴിഞ്ഞയാഴ്ചയുണ്ടായ ശക്തമായ മഴയിലാണ് വീടിന്റെ മുൻവശം പകുതിയോളം നിലംപൊത്തിയത്. അപകട സാധ്യത മുന്നിൽ കണ്ട് അയൽവാസികളും നാട്ടുകാരും പരാതി നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് ഉടൻ ബാക്കി ഭാഗം പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയെങ്കിലും ആഴ്ചകൾ കഴിഞ്ഞിട്ടും വീട്ടുടമ ഇതിന് തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് എത്രയും വേഗം അപകടാവസ്ഥ ഒഴിവാക്കുവാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പാതി തകർന്ന ഓടുമേഞ്ഞ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് കെട്ടിടത്തിലാണ് വീട്ടുടമയും കുടുംബവും താമസിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടം തന്റെ പുരയിടത്തിലേക്ക് തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി അയൽവാസി മാസങ്ങൾക്ക് മുമ്പ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയകരമായ 11 വർഷങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഗുരുവായൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ സംഘടിപ്പിച്ചു. പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹീര കൃഷ്ണദാസ്, സെക്രട്ടറിമാരായ രാജൻ തറയിൽ, KR ബൈജു, ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. 20 കോടിയിലധികം ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ചക്കംകണ്ടം മാലിന്യ പ്ലാന്റ് പദ്ധതി പരാജയമാണെന്ന് കേരള കോൺഗ്രസ് M നേതാവ് CT ബാബു പറഞ്ഞു. ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിലായിരുന്നു വിമർശനം. താലൂക്ക് പരിധിയിൽ അപകടകരമായ സ്ഥിതിയിലുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ
പൊതുമരാമത്ത്, തദ്ദേശ വകുപ്പുകൾ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് യോഗാധ്യക്ഷൻ കൂടിയായ CT ബാബു ചോദിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പരിശോധന ആരംഭിച്ചിട്ടുള്ളതായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥ അറിയിച്ചു. 2.25 കോടി രൂപ ചെലവഴിച്ചാണ് പാവർട്ടി സെന്റർ വികസിപ്പിച്ചിട്ടുള്ളതെന്നും എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലുള്ള റോഡുകൾ ചുരുങ്ങുകയും കാനകളുടെ വീതി കുറയുകയും ചെയ്തിട്ടുള്ളതിനാൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം വൻ പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കനോലി കനാലിന്റെ ആഴം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതി അറിയണമെന്ന് ഷാഹുൽ ഹമീദ് ആവശ്യപ്പെട്ടു. തെരുവുനായ പ്രശ്നത്തിന് ഷെൽട്ടർ ഉണ്ടാക്കിക്കൊണ്ട് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ചാവക്കാട് താലൂക്ക് പരിധിയിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും തോമസ് ചിറമൽ ആവശ്യപ്പെട്ടു. ട്രോളിംഗ് നിരോധനം മൂലം ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ടെന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ആവശ്യമായ പരിശോധനകൾ നടത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. പൊന്നയിൽ ആനയുടെ കുത്തേറ്റു മരിച്ച ആളുടെ പോസ്റ്റ്മോർട്ടം വൈകിയതു സംബന്ധിച്ച വിഷയത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് യോഗത്തിൽ മറുപടി നൽകി. 2500 മീറ്ററിൽ കടൽഭിത്തി നിർമ്മിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കടപ്പുറം അഞ്ചങ്ങാടിയിൽ നിലവിലെ പ്രപ്പോസൽ അംഗീകരിച്ചു വരുന്ന മുറയ്ക്ക് പണികൾ നടക്കുമെന്നും കോസ്റ്റൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോഴിത്തോട് മാലിന്യ ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും നിലവിൽ ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടന്നുവരുന്നതായും മൈനർ ഇറിഗേഷൻ വകുപ്പ് അറിയിച്ചു. യോഗത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർ ദീപ P സ്വാഗതം പറഞ്ഞു. പൗരസ്ത്യ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സ്വീകരണം നൽകി. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ച വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശേഷം ബോധവൽക്കരണ സന്ദേശവും ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്നും കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വാഹന റാലി നടത്തി. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ വിജു എലിയാസ്, യുവജന പ്രസ്ഥാനം കേന്ദ്ര ട്രഷററായി ചുമതലയേറ്റ രഞ്ജു എന്നിവരെ ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, യുവജന പ്രസ്ഥാനം യൂണിറ്റ് സെക്രട്ടറി മനീഷ് മോഹൻ, ട്രഷറർ ജിൻഡോ ഗീവർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ പണിമുടക്കിൽ അണിനിരക്കാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങളും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്നീ മുദ്രാവാക്യം ഉയർത്തി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജൂലൈ 9 സംഘടിപ്പിക്കുന്ന പണിമുടക്കിൽ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കുമെന്ന് തൃശൂർ ജില്ലാ മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU കുന്നംകുളം യൂണിറ്റ് കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം PA വിനോദ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി MK സുനിൽ, യൂണിറ്റ് സെക്രട്ടറി PA അനിൽ എന്നിവർ സംസാരിച്ചു. ശിവ സഹസ്രനാമ ലക്ഷാർച്ചന സമാപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്ത കാണാം. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം, ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സെന്റ് തോമസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പാറന്നൂർ ജനകീയ വായനശാല സന്ദർശിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനാചരണത്തിൽ വായനശാലയിൽ സന്ദർശനത്തിനെത്തിയ കുട്ടികളെ ഭാരവാഹികൾ സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ വായനശാല നിർവാഹക സമിതി അംഗം PC രതീഷ് അധ്യക്ഷത വഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, വായനശാല സെക്രട്ടറി AP ജെയിംസ്, അധ്യാപകരായ നിമ്മി DT ടോം, ഹീബ, ലൈബ്രറിയന്മാരായ നിമ്മി, ഗ്രേസി റാഫേൽ എന്നിവർ സംബന്ധിച്ചു. ആഗ്ന ജെയിംസ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി. ദുരൂഹ സാഹചര്യത്തിൽ തെലങ്കാനയിൽ മരണമടഞ്ഞ ബ്രഹ്മാനന്ദഗിരി സ്വാമിയെ ജന്മനാട്ടിൽ അനുസ്മരിച്ചു. വെസ്റ്റ് മങ്ങാട് കിസ്വ ഓഡിറ്റോറിയത്തിൽ കോട്ടിയാട്ടുമുക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മങ്ങാടിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ചെറുതുരുത്തി ഗുരുപ്രഭാശ്രമം സെക്രട്ടറി ശിവഗിരി മഠം അമയാനന്ദ സ്വാമി മരണമടഞ്ഞ ബ്രഹ്മാനന്ദ സ്വാമികളുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സന്യാസി സഭ രക്ഷാധികാരി പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് മുഖ്യപ്രഭാഷണം നടത്തി. മോക്ഷ സംഘടനയുടെ സെക്രട്ടറി വിപിൻ കുറിയടത്ത്,
മരത്തംകോട് അയ്യപ്പസ്വാമി ക്ഷേത്രം രക്ഷാധികാരി ശ്രീലാൽ ശാന്തി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത നീക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രഭാഷകർ പിന്തുണ നൽകി. ബ്രഹ്മാനന്ദഗിരി സ്വാമികളുടെ കുടുംബാംഗങ്ങളും പ്രദേശവാസികളും പങ്കെടുത്ത അനുസ്മരണ സമ്മേളനത്തിന് പൊതുപ്രവർത്തകനും പത്രപ്രവർത്തകനുമായ മഹേഷ് തിരുത്തിക്കാട് സ്വാഗതവും പ്രമോദ് കെ ജി നന്ദിയും പറഞ്ഞു. NREG വർക്കേഴ്സ് യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടനയായ NREG വർക്കേഴ്സ് യൂണിയൻ കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KM പരമേശ്വരൻ അധ്യക്ഷനായി. 100 ദിനം തൊഴിൽ പൂർത്തീകരിച്ച തൊഴിലാളികളെ കൺവെൻഷനിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, സതി കൃഷ്ണൻ, PA ഷൈൻ, BR സന്തോഷ്, MK ബാലൻ എന്നിവർ സംസാരിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്നിരുന്ന ശിവസഹസ്രനാമ ലക്ഷാർച്ചന സമാപിച്ചു. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് ലക്ഷാർച്ചനയ്ക്ക് സമാപനമായത്. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നിരവധി വേദ പണ്ഡിതന്മാർ ലക്ഷാർച്ചനയിൽ പങ്കെടുത്തു. ലക്ഷാർച്ചനയ്ക്ക് ശേഷം ശ്രീ മഹാദേവന് കലശം അഭിഷേകം നടത്തി. ദർശനത്തിനും തുടർന്ന് നടന്ന അന്നദാനത്തിനും വലിയ ഭക്തജനത്തിരക്കുണ്ടായി. അന്നദാനത്തിനാവശ്യമായ ഗ്രൈൻഡർ, മിക്സി, മേശകൾ, വലിയ ചരക്ക്, വട്ടപാത്രം, സ്റ്റീൽ ഗ്ലാസുകൾ എന്നിവ ഭക്തജനങ്ങൾ വഴിപാടായി ശ്രീ മഹാദേവ സന്നിധിയിൽ സമർപ്പിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ സീനിയർ CLCയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്ക പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ആബ ചാരിറ്റബിൾ സൊസൈറ്റിയും ഇസാഫ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സൗജന്യ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. സീനിയർ CLC പ്രസിഡന്റ് MD ജസ്റ്റിൻ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഇടവക ട്രസ്റ്റി ജോൺസൺ C തോമസ്, ആബ ചാരിറ്റബിൾ സൊസൈറ്റി കോർഡിനേറ്റർ ജിജോ ജോസ്, ക്യാമ്പ് കൺവീനർ CD ഷിൻഡോ എന്നിവർ സംസാരിച്ചു. ജാതി മത വ്യത്യാസമില്ലാതെ 100ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടവല്ലൂരിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ചിത്രങ്ങൾ കത്തിച്ച് പ്രതിഷേധ ജ്വാല നടത്തി. ആരോഗ്യമേഖലയെ വെന്റിലേറ്ററിലാക്കിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തര സഹായവും മകൾക്ക് സർക്കാർ ജോലിയും നൽകണമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ് അധ്യക്ഷയായി. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ മല്ലിക ശങ്കരൻകുട്ടി, നഫീസ ടീച്ചർ, ലത ശശിധരൻ, പാർവതി ഒറ്റപ്പിലാവ്, വിജയ, ലീലാചന്ദ്രൻ, ദമയന്തി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. 5 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ പകൽ വീട് ഇതുവരെ തുറന്നുകൊടുത്തില്ല. 10 ലക്ഷം രൂപ ചെലവഴിച്ച് വട്ടമാവ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്താണ് കെട്ടിടം നിർമ്മിച്ചത്. കോവിഡ് പ്രതിസന്ധിയായിരുന്നു അന്ന് ഉദ്ഘാടനം നീണ്ടുപോകാൻ കാരണമായത്. പിന്നീട് കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രത്തിനു വേണ്ടി കൊണ്ടുവന്ന 300ഓളം കിടക്കകളും കട്ടിലുകളും സൂക്ഷിക്കാൻ കെട്ടിടം ഉപയോഗിച്ചു. കോവിഡ് മാറി ജനജീവിതം പൂർവ്വസ്ഥിതിയിലായെങ്കിലും കെട്ടിടത്തിനുള്ളിലെ സാധനങ്ങൾ അവിടെ തന്നെ കിടന്നു. 4 വർഷത്തോളമാണ് ഈ സ്ഥിതി തുടർന്നത്. റവന്യൂ വിഭാഗത്തിന്റെ കീഴിലുള്ള കിടക്കകളും കട്ടിലുകളും നീക്കം ചെയ്യണമെന്ന് പലപ്പോഴായി പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. കെട്ടിടം ഉപയോഗിക്കാൻ കഴിയാതെ കിടന്നതിനാൽ വയോജനങ്ങൾക്കുള്ള മറ്റു സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകൽ വീടിനു വേണ്ടി കെട്ടിടം സജ്ജീകരിക്കാൻ ഇനി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരും. ഈ മാസം തുറക്കാനുള്ള പദ്ധതിയുണ്ടെന്നാണ് പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ അതിനുവേണ്ട ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. കെട്ടിടത്തിന്റെ മുകളിൽ ഷീറ്റുമേഞ്ഞ യോഗ, ജിം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തി PTA പ്രസിഡന്റ് സാബു ഐനൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. JRC കൗൺസിലർ PK അബൂബക്കർ, JRC കേഡറ്റുകളായ സജിൽ, നിധിൻ, മാർട്ടിൻ, ഹിജാസ്, ആരോൺ, K ബൈജു, അലീന മോൾ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ദിനം ആഘോഷിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത് അധ്യക്ഷത വഹിച്ച യോഗം ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ സഹകരണ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സെക്രട്ടറി ദിവ്യ ജയശങ്കർ സഹകരണ പ്രതിജ്ഞ ചൊല്ലി. ഡയറക്ടർ ഫ്രജിൻ എഫറി, ജീവനക്കാരായ KC ലളിത, ധന്യ മണികണ്ഠൻ, സാജിദ ഫബീഷ്, ഉണ്ണി, മുഹമ്മദ് ബിലാൽ എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സമ്മേളനം പഞ്ചാരമുക്ക് IMA ഹാളിൽ നടന്നു. പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു.
മണലൂർ ഏരിയ പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ അഹമ്മദ് മുലയെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉപഹാരം നൽകി ആദരിച്ചു. പ്രവാസി സംഘം മണലൂർ ഏരിയ സെക്രട്ടറി AK ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്യത്തിന് മാതൃകയായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾ കൂടുതൽ വിപുലപ്പെടുത്താനാവശ്യമായ സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കണമെന്ന് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. പ്രവാസി സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഹാജി, CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സംയുക്ത ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. റിപ്പോർട്ട് കാണാം. ഇടവേള കഴിഞ്ഞ്. പെട്ടെന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. നീ പോകുന്നതിന് മുമ്പ് ആ കേബിളൊന്ന് ശരിയാക്കിട്ട് പോണേ. ഇന്ന് എല്ലാരും ഉണ്ടല്ലോ ഒരുമിച്ച് സിനിമ കണക്റ്റായി. കണക്ട് ആകൂ, ലഹരിയോട് ഡിസ്കണക്ട് ആകൂ. വാർത്തകൾ തുടരുന്നു. അധികാര ധാർഷ്ട്യത്തിന്റെ ആൾരൂപമായി കേരളത്തിലെ ആരോഗ്യമന്ത്രി അധപതിച്ചെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി MP ഹാരിസ് ബീരാൻ പറഞ്ഞു. MSF ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാവക്കാട് നടന്ന സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയെ കുത്തകകൾക്കു വേണ്ടി തകർത്ത മന്ത്രി കേരളത്തിന് അപമാനമാണെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പ്രമേയ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, സെക്രട്ടറി PM സാദിഖ് അലി, ട്രഷറർ അഷ്കർ പെരുമുക്ക്, സ്വാഗത സംഘം ചെയർമാൻ CA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും നല്ല ചികിത്സാ സംവിധാനമുള്ള, ഏറ്റവും നല്ല ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സ്വന്തം സംസ്ഥാനത്തിന് യാതൊരു വിശ്വാസവുമില്ലാതെ കപ്പിത്താൻ നേരെ അമേരിക്കയിലേക്ക് വിട്ടു, സ്വന്തം ചികിത്സക്കായിട്ട്. അങ്ങനെയുള്ള കപ്പിത്താനും അങ്ങനെയുള്ള ഒരു ആരോഗ്യമന്ത്രി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും MSF തെരുവിലിറങ്ങി. ആർക്ക് വേണ്ടിയിട്ട്? ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഓരോ കാര്യങ്ങളിലും അങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് കേച്ചേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മലയാളികളുടെ സ്വന്തം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് 31 വർഷം കഴിഞ്ഞിട്ടും സാഹിത്യലോകത്തിന് തീരാ നഷ്ടമാണെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ മുഹമ്മദ് പട്ടിക്കര ഓർമ്മപ്പെടുത്തി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളുടെ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി PR ജയൻ, PB അനൂപ്, KM അനീസ് എന്നിവർ സംസാരിച്ചു. ഓർത്തഡോക്സ് സഭയുടെ കാലം ചെയ്ത സഭാ പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാളിന് ആർത്താറ്റാർമനയിൽ കൊടിയേറി. സഭാ തേജസ് എന്നറിയപ്പെടുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലീത്തയുടെ 116ാമത് ഓർമ്മ പെരുന്നാളും മലങ്കര സഭയുടെ പരമാധ്യക്ഷനായിരുന്ന മോറോൻ മാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ 4ാം ഓർമ്മ പെരുന്നാളും സംയുക്തമായി കുന്നംകുളം ഭദ്രാസന അരമന ചാപ്പലിൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള കൊടിയേറ്റം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നിർവഹിച്ചു. ജനറൽ കൺവീനർ ഫാദർ ജോസഫ് ചെറുവത്തൂർ, ജോയിന്റ് ജനറൽ കൺവീനർ GOK വിൽസൺ, വളണ്ടിയർ കമ്മിറ്റി ചെയർമാൻ ഫാദർ തോമസ് ചാണ്ടി, പബ്ലിസിറ്റി കൺവീനർ എഡ്വി സക്കറിയാക്കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുന്നാളിനോടനുബന്ധിച്ച് കോട്ടയം ദേവലോകം അരമനയിലേക്കുള്ള തീർത്ഥയാത്ര ജൂലൈ 11-ന് 3:30-ന് കോട്ടയത്ത് മാർ ഏലിയ കത്തീഡ്രലിൽ എത്തിച്ചേരുകയും തുടർന്ന് പദയാത്രയായി ഖബറിങ്കലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. കുന്നംകുളത്തെ പെരുന്നാൾ ആഘോഷം ജൂലൈ 13, 14 തീയതികളിലായി നടക്കും. 13-ന് വൈശ്ശേരി പള്ളിയിൽ നിന്നും 5 മണിക്ക് പദയാത്ര ആരംഭിച്ച് ഭദ്രാസന അരമന ചാപ്പലിൽ എത്തുന്നതോടെ സന്ധ്യാ നമസ്കാരം ആരംഭിക്കും. തുടർന്ന് പ്രദക്ഷിണവും അനുസ്മരണ പ്രഭാഷണവും അത്താഴവിരുന്നും നടക്കും. 14-ന് കാലത്ത് 7 മണിക്ക് വിശുദ്ധ കുർബാനയും
തുടർന്ന് പ്രദക്ഷിണവും സ്നേഹവിരുന്നും ഉണ്ടാകും. ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയും നേതൃത്വം നൽകും. പുന്നയൂർക്കുളം കൃഷിഭവന്റെ കീഴിലുള്ള പുന്നയൂർക്കുളം, പഴഞ്ഞി, പെരുമ്പടപ്പ്, ചാവക്കാട് KSEB സെക്ഷനിലുള്ള പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക ഗുണഭോക്തൃ സമിതിയിൽ അംഗമായവർക്ക് മെമ്പർഷിപ്പ് പുതുക്കുവാനും പുതുതായി ചേരുവാനും അവസരമൊരുക്കുന്നു. ജൂലൈ മാസം 7-ാം തീയതി മുതൽ ആഗസ്റ്റ് 14-ാം തീയതി വരെ പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 11 മണി മുതൽ 3 മണി വരെ കൃഷിഭവനിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് അപേക്ഷാ ഫോറം, ആധാർ കാർഡിന്റെ കോപ്പി, 2025-26 വർഷത്തെ നികുതി രസീതിന്റെ കോപ്പി, വൈദ്യുതി ബില്ലിന്റെ കോപ്പി, മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് 150 രൂപ, പുതിയ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് രേഖയോടൊപ്പം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 110 രൂപ എന്നിവ നൽകണം. മെമ്പർഷിപ്പ് പുതുക്കുന്ന കാർഷിക ഗുണഭോക്താക്കൾക്ക് പുന്നയൂർക്കുളം പഞ്ചായത്ത് കാർഷിക ഗുണഭോക്തൃ സമിതി സ്റ്റോക്ക് തീരുന്നതുവരെ സൗജന്യമായി ഒരു കുറ്റ്യാടി തെങ്ങും തൈ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 95 26 31 34 44. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും നാട് ആദരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഡിവൈഎഫ്ഐ ഞമനേങ്ങാട് കരുവമ്പായി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLCക്കും പ്ലസ് ടുവിനും ഉയർന്ന വിജയം നേടിയവരെ ആദരിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സരിത ഷാജി അധ്യക്ഷത വഹിച്ചു. ദിനേശൻ കദളിയിൽ, സുഗതൻ ഞമനേങ്ങാട് എന്നിവർ സംസാരിച്ചു. 2024-25 അധ്യയന വർഷത്തിലെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ അനുമോദന സദസ്സ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NS ധനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, സെബീന റിറ്റോ, TO ജോയ്, രമ ബാബു, KK ജയന്തി, ഷീബ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 1.5 വയസ്സുകാരൻ നിനവ് P നിഖിൽ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ A ഗ്രേഡ് നേടിയ KM അഭിഷേക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA ബിസിനസ് എക്കണോമിക്സ് പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ P പ്രബിൻ, ഉന്നത വിജയം നേടിയ മറ്റു വിദ്യാർത്ഥികളെയും ആദരിച്ചു. കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ മലയാള ഭാഷ ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിൽ ചർച്ചയും അനുമോദനവും സംഘടിപ്പിച്ചു. തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി പ്രവേശിച്ച ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയോട് സംസാരിക്കാൻ അവസരം ലഭിച്ച നാട്ടുകാരനും GHSS എരുമപ്പെട്ടിയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഭഗത് ചന്ദ്രയെ അനുമോദിച്ചു. യോഗം കവിയും സാഹിത്യകാരനുമായ NC ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പ്രഭാഷകനുമായ ഡോക്ടർ VC ബിനോദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ചർച്ചയ്ക്ക് വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ നേതൃത്വം നൽകി. തുടർന്ന് കഥ, കവിതകൾ എന്നിവയുടെ അവതരണവും നടന്നു. തുടർന്ന് ഭഗത് ചന്ദ്ര അനുഭവം പങ്കുവച്ചു. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് സോമൻ കളരിക്കൽ അധ്യക്ഷനായി. ശ്രീധരൻ KA, ഗീതാ ബാബു എന്നിവർ സംസാരിച്ചു. ശ്യാമാദേവദാസ് സ്വാഗതവും ബാലകൃഷ്ണൻ മേലെപ്പുരയ്ക്കൽ നന്ദിയും പറഞ്ഞു. ചുറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ SSLCക്ക് ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കും 100% വിജയം കൈവരിച്ച വിദ്യാലയത്തിനും അനുമോദനമർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് നടത്തിയത്. മാനേജർ വികാരി ഫാദർ ജെയിംസ് പടക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജരും ഇടവക സഹവികാരിയുമായ ഫാദർ ആൽവിൻ അക്കരപ്പറ്റിയക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപകൻ MK സൈമൺ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സിൻഡോ തേറാട്ടിൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ KM ജോർജ്, CV കൊച്ചുദേവസി, PM ജോസഫ്, PV വിൻസെന്റ്, PJ ജെയ്സൺ എന്നിവർ സംസാരിച്ചു. BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ നടത്തി. തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ അധ്യക്ഷനായി. വിഷ്ണു അമ്പാടി, VC ഷാജി, E ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ, പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, AA കൃഷ്ണൻ, സെബീന റിറ്റോ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ ഖാദർമോൻ എന്നിവർ സംസാരിച്ചു.
കേരള കർഷക സംഘം കുന്നംകുളം സൗത്ത് മേഖലാ സമ്മേളനം ആർത്താറ്റ് ഗ്ലേഡു ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമ്മേളനം സംഘടന തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സൗത്ത് മേഖലാ പ്രസിഡന്റ് ടി മുകുന്ദൻ അധ്യക്ഷനായി. സംഘടനയുടെ ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ, പ്രസിഡന്റ് എ.ജെ. സ്റ്റാൻലി, ഏരിയ ജോയിന്റ് സെക്രട്ടറി രഞ്ജിനി മുരളീധരൻ, ആർത്താറ്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി.ആർ. സുനിൽ, രാജഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് സി.കെ. ലിജീഷ് സ്വാഗതവും യു.വി. ഷനിൽ നന്ദിയും പറഞ്ഞു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ കീഴിലുള്ള കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കുർലോസ് ബാവയുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരം നടന്നു. ഇടവക വൈദികൻ ഫാദർ വർഗീസ് വാഴപ്പള്ളി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കൈമുത്തും നേർച്ച വിളമ്പും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ 7-ന് സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാടിന്റെ കാർമ്മികത്വത്തിൽ പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുരിശുപള്ളിയിലേക്ക് കൊടിയും കുരിശുമായി പ്രദക്ഷിണവും നടന്നു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ധൂപപ്രാർത്ഥനയും ശ്ലൈഹികവാഴും കൈമുത്തും നടന്നു. പൊതുസദ്യയും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ തോമസ് കുര്യൻ സന്നിഹിതനായിരുന്നു. കുരിശുപള്ളി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഫാദർ അപ്രേം അന്തിക്കാട്, സെക്രട്ടറി സി.പി. ഡേവിഡ്, ട്രഷറർ പി.സി. സൈമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേള കഴിഞ്ഞ്. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. വാർത്തയിലേക്ക്. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ 107ാം ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ N.A. നൌഷാദ്, A.M. മൊയ്തീൻ, പഞ്ചായത്ത് അംഗം T.O. ജോയ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വത്സൻ ജോർജ് ജോൺ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് സ്പോർട്ടിവോ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ഫുട്ബോൾ മേള പൊതുപ്രവർത്തകൻ M.N. സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്ടിവോ ടീം മാനേജർ അബ്ദുൽ ഫത്താഹ്, M.A. കമറുദ്ദീൻ, M.A. ഷമീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന അണ്ടർ 14 വിഭാഗം മത്സരത്തിൽ 1-നെതിരെ 5 ഗോളുകൾക്ക് സ്പോർട്ടിവോ പെരുമ്പിലാവ് ജേതാക്കളായി. കൊരട്ടിക്കര കുന്നത്ത് സ്പാർക്ക് ക്ലബ് റണ്ണറപ്പായി. വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് പുന്നൂർക്കുളം മണ്ഡലം പ്രസിഡന്റായി നിയമിതനായ P.K. വിനോദിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P.P. ബാബു അധ്യക്ഷനായ ചടങ്ങ് DCC സെക്രട്ടറി M. അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ P. ഗോപാലൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ P. രാജൻ, സലീൽ അറക്കൽ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അലി കണ്ണത്തയിൽ, അബ്ദു ഇല്ലത്തയിൽ, റാഫി മാലിക്കുളം, ലിയാഖത്ത് പയ്യൂരയിൽ, നാസർ കോട്ടത്തയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ, വാർഡ് ബൂത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ല് സംഭരണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും പണം നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ജൂലൈ 11 വെള്ളിയാഴ്ച പുന്നൂർക്കുളം കൃഷിഭവനിലേക്ക് കർഷക കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്താൻ യോഗം തീരുമാനിച്ചു. വെള്ളർക്കാട് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു. പ്രസിഡന്റ് CM അബ്ദുൽ നാസർ പതാക ഉയർത്തി. KN നായർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PS പ്രസാദ്, V ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ബോർഡ് അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. വിസ്ഡം സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഹദീക ബാലസംഘം നടത്തി. മന്ദലാങ്കുന്ന് അൽ ഹിക്മ മദ്രസയിൽ നടത്തിയ ചടങ്ങ് അൽ ഹിക്മ സലഫി മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റി സെക്രട്ടറി V. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മദ്രസ സദർ ഷാഹിദ കുട്ടികൾക്ക് ലഹരി ബോധവൽക്കരണം നടത്തി. പ്ലക്കാർഡ് പ്രദർശനവുമുണ്ടായി. അധ്യാപകരായ യഹിയ ആലം, ഹസീന, സെറീന തുടങ്ങിയവർ നേതൃത്വം നൽകി. നവമാധ്യമ കാഴ്ച. മഴ
മഴയുള്ളപ്പോൾ പുറത്തിറങ്ങാൻ ഏറ്റവും അനുയോജ്യം കോട്ടാണ്. നനയാതെ സൗകര്യമായി നടക്കാം. വീട്ടിലെ പെറ്റ്സ് വരെ അതേ പാത പിന്തുടരുകയാണ്. കിഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യം. ചരമം പഴുന്നാന ചിരിയങ്കണ്ടത്ത് ചേറുമകൻ തോമസ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം പുതുശ്ശേരി നാറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ നടന്നു. അമ്മിണി ഭാര്യയും ലിംസി, സിൻജോയ്, ഡെയ്സി എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പട്ടയമേള ജൂലൈ 15-ന് കുന്നംകുളം ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിട്ടും തയ്യാറാകാതെ വീട്ടുടമ. ഏത് നിമിഷവും റോഡിലേക്ക് വീഴാവുന്ന കെട്ടിടമുള്ളത്. നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന അക്കിക്കാവ് തിപ്പിലശ്ശേരി റോഡിൽ ആൽത്തറയിൽ. ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ബൈക്ക് മെക്കാനിക്കിന്റെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ ബൈക്കിന്റെ എഞ്ചിൻ മോഷണം പോയതായി പരാതി. പെരുമ്പിലാവ് ഫാൽക്കൺ മാളിനു പുറകിൽ താമസിക്കുന്ന മുഹമ്മദ് നസീറിന്റെ വീട്ടിൽ നിന്നാണ് എഞ്ചിൻ മോഷ്ടിക്കപ്പെട്ടത്. ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.